മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എക്സാം ആണ് ടീച്ചറെ, അത്ര വലിയ സുഖമൊന്നുമില്ല. ഓ, എങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു ചെറിയ പണി തരാം. അത് ശരിയാ ടീച്ചറെ, സ്കൂളാണെങ്കിൽ ഷോക്കും ഈ കാറ്റീസെങ്കിലും മൈൻഡ് റിലാക്സ് ആവട്ടെ. നമ്മുടെ കാറ്റീസിന്റെ ആനുവൽ ഡേ അടുത്തല്ലോ. നമ്മുടെ ക്ലാസ്സാണ് ഇപ്രാവശ്യം തീം അവതരിപ്പിക്കേണ്ടത്. ടീച്ചറെ, എന്താ തീം? ഹോപ്പ്, പ്രത്യാശ. അതല്ലേ എല്ലാം. ഇതൊന്നും പോയാടാ ടീച്ചറോടാ, നമ്മളെന്ത് ചെയ്യണം? നമുക്ക് ആദ്യം പ്രത്യാശയുമായി ബന്ധപ്പെട്ട സുവിശേഷ ഭാഗങ്ങൾ കണ്ടെത്തണം. സുവിശേഷത്തിൽ മുഴുവൻ പ്രത്യാശയുടെ കഥകളല്ലേ, അതിലിപ്പോ എന്താ പ്രത്യേകത? ഈശോ പറഞ്ഞ കുറെ ഉപമകളുണ്ട്. അതിലെ സാരാംശം നമുക്ക് തീമാക്കാം. അടുത്ത ആഴ്ച തന്നെ നിങ്ങൾ അത് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഓക്കെ ടീച്ചർ. ടീച്ചറെ, നിലവിൽ ഏതെങ്കിലും പിള്ളേരുടെ പരിപാടികൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞോ? ഒരു ക്ലാസ്സിന്റെ പരിപാടി നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും നല്ല തീമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിതയ്ക്കുന്ന കർഷകരിലും കടുകുമണിയെ മരമാക്കുന്ന മറിഞ്ഞിരിക്കുന്ന മാന്ത്രികനിലും വഴിതെറ്റിയ കുഞ്ഞാടിനെ തേടിയെത്തുന്ന നല്ലിടയനിലും ഒടുവിൽ വഴിതെറ്റിപ്പോയ ധൂർത്തപുത്രനെ അന്വേഷിച്ചെത്തുന്ന ആ സ്നേഹപിതാവിലും നിങ്ങൾ പ്രത്യാശയുടെ നല്ല പാഠങ്ങൾ കണ്ടെത്തി. ടീച്ചറെ, നിക്ക് ഇവന്റെ ചേട്ടൻ്റെ കംപ്ലീറ്റ് ആക്കണ്ടേ? പാടിനടന്ന് പുള്ളി പിന്നെ അങ്ങാട്ട പോയി. എല്ലാ സിനിമയിലും പോലെ ചേട്ടൻ വീട്ടിൽ വന്ന് അപ്പനാട്ടെ കെട്ടിപ്പിടിച്ച് എല്ലാ വർഷത്തിനും നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. ഹാപ്പി എൻഡിങ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാതെ അവന്റെ ജീവിതം ഇരുട്ടിലേക്ക് മുങ്ങിത്താഴുമ്പോൾ അങ്ങകലെ ആകാശത്ത് പ്രത്യാശയുടെ ഒരു താരകം ഉദിക്കും. അതാണ് ക്രിസ്തു. അവന്റെ പിറവി തിരുനാളാണല്ലോ ക്രിസ്മസ്. നമ്മുടെ ഇന്നത്തെ ഈ ആനിവേഴ്സറി ഒരു ക്രിസ്മസ് പരിപാടിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പുറപ്പാടിൽ, മരുഭൂവിൽ, നടുക്കടലിൽ, തീച്ചൂളയിൽ, പ്രവാസത്തിൽ നമ്മൾ അവനെ പ്രത്യാശയോടെ കാത്തിരുന്നു. പാവപ്പെട്ട പുൽക്കൂട്ടിൽ നമ്മൾ അവനെ മനുഷ്യനായി കണ്ടു. തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും. സ്വർഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാകമാർ പാടും. തങ്കത്തിങ്കൾ 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 സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. കോടമഞ്ഞും പൂനിലാവും കോടി തീർത്ത പുണ്യരാവ്, മിന്നി മിന്നി വാനിലങ്ങും കണ്ണു ചിമ്മും താരജാലം. പാപലോകം ധന്യമാക്കാൻ പാപികൾക്ക് മോക്ഷമേകാൻ പാരിടത്തിൽ ദൈവസുനുജാതനായി.
സ്നേഹരാജ്യം സാധ്യമാകാൻ സ്നേഹിതരെ സ്വന്തമാക്കാൻ പാരിടത്തിൽ ദൈവസൂനു ജാതനായി. ദേവദൂത ഗാനമെങ്ങും ഉയർന്നു കേൾക്കാൻ, ഹല്ലേലൂയ ഗീതമെങ്ങും നിറഞ്ഞു നിൽക്കാൻ, ശാന്തി മണ്ണിലേകിടാനായി വന്ന നാഥനെ മണ്ണും വിണ്ണും ഒന്നു ചേർന്നു വാഴ്ത്തിടുന്നിതാ. ദേവദൂത ഗാനമെങ്ങും ഉയർന്നു കേൾക്കാൻ, ഹല്ലേലൂയ ഗീതമെങ്ങും നിറഞ്ഞു നിൽക്കാൻ, ശാന്തി മണ്ണിലേകിടാനായി വന്ന നാഥനെ മണ്ണും വിണ്ണും ഒന്നു ചേർന്ന് വാഴ്ത്തിടുന്നിതാ. കോടമഞ്ഞും പൂനിലാവും കോടി തീർത്ത പുണ്യരാവ്, മിന്നി മിന്നി വാനിലെങ്ങും കണ്ണു ചിമ്മും താരാജാലം. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ, പൊട്ടെ പമ്പം തങ്കി താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. ബേത്ലഹേമിലെ തൂമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ, ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ, കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ
അവളെ കൊട്ടിയ